വർഷത്തിൽ ഒരു സിനിമ മാത്രം ചെയ്യുന്ന പ്രണവ് മോഹൻലാലിന്റെ പ്രതിഫലം എത്ര? ഒരു വർഷത്തിൽ പ്രണവിന്റെ ഒരു സിനിമയെങ്കിലും തിയേറ്ററിൽ എത്തിയെന്നാണ് പതിവ്. പ്രണവ് മോഹൻലാൽ മലയാള സിനിമയിൽ മുഖം കാണിച്ചിട്ട് 22 വർഷങ്ങൾ പിന്നിടുന്നു. 2002 ഒന്നാമൻ എന്ന ചിത്രത്തിൽ അച്ഛൻ മോഹൻലാലിന്റെ കുട്ടിക്കാലം അഭിനയിച്ചുകൊണ്ടായിരുന്നു പ്രണവിന്റെ തുടക്കം. അതേ വർഷം മേജർ രവിയുടെ പുനർജനിയിലും അപ്പു എന്ന് വിളിക്കുന്ന പ്രണവ് വേഷമിട്ടു. ഇതോടുകൂടി മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം പ്രണവിനെ തേടിയെത്തി. 2024 എത്തുമ്പോൾ പ്രേക്ഷകർ ഏറെ സ്നേഹിച്ച ഒരു കഥാപാത്രത്തെ നൽകാൻ പ്രണവിന് സാധിച്ചു. 50 കോടി ക്ലബിൽ കയറി വിശ്വചിത്രമായ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞോടുന്നു. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിൽ പ്രണവിന്റെ ഒരു സിനിമയെങ്കിലും തിയേറ്ററിൽ എത്തിയെന്നാണ് പതിവ്. ആദി എന്ന ജിത്തു ജോസഫ് ചിത്രത്തിലൂടെയാണ് പ്രണവ് മോഹൻലാൽ ആദ്യമായി നായിക വേഷം ചെയ്തത്. ഈ ചിത്രം 2018 പുറത്തിറങ്ങി. പ്രണവ് അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു. ആ സമയങ്ങളിൽ തന്നെ പ്രണവിന്റെ ലാടത്തെ ജീവിതം സിനിമാ ലോകത്ത് ചർച്ചയായി മാറിയിരുന്നു. ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നത് മാത്രമാണ് പ്രണവിന്റെ ജോലി. അതിന് പിന്നാലെ വരുന്ന അഭിമുഖങ്ങളിലോ ഒന്നും പ്രണവിനെ നോക്കേണ്ട. ഷൂട്ടിങ്ങും ഡബ്ബിങ്ങും തീർന്നാൽ പ്രണവ് എവിടെയെങ്കിലും ടൂർ പോകും. ഇതുവരെ 5 സിനിമകളിലാണ് പ്രണവ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. ആദിക്ക് ശേഷം പുറത്തുവന്ന 21-ാം നൂറ്റാണ്ട്, മരയ്ക്കാർ, അറബിക്കടലിലെ സിംഹം, ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം എന്നീ ചിത്രങ്ങളിലാണ് പ്രണവ് പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ജിത്തു ജോസഫിന്റെ സിനിമയിൽ അഭിനയിച്ച നാളുകളിൽ പുറത്തു വന്ന റിപ്പോർട്ട് കണ്ട് പലരും മൂക്കത്തു വിരൽ വെച്ചിരുന്നു. സിനിമ ഒരു വരുമാന മാർഗമായി കാണാതെ പ്രണവ് മോഹൻലാലിന്റെ പ്രതിഫലമായി വെറും ₹1 മാത്രമാണ് കൈപ്പറ്റിയുള്ളൂ എന്നായിരുന്നു ആ റിപ്പോർട്ട്. എന്നാൽ പുറത്തു വരുന്ന പുതിയ റിപ്പോർട്ട് അനുസരിച്ച് അതിൽ മാറ്റം വന്നിരിക്കുന്നു. IMDb നൽകുന്ന വിവരം അനുസരിച്ച് പ്രണവ് മോഹൻലാലിന് ഒരു ചിത്രത്തിൽ 2 മുതൽ 3 കോടി രൂപ വരെയാണ് പ്രതിഫലം. മുതിർന്ന താരങ്ങളായ കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ എന്നിവരുടെ പ്രതിഫലത്തിനോടടുത്താണ് പ്രണവിന്റെ പ്രതിഫല തുക രേഖപ്പെടുത്തിയിട്ടുള്ളത്.